ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേസിൽ പ്രതിയാക്കിയതിനെതിരെയും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ജാമ്യം അനുവദിക്കണമെന്നും കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതി പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേസിൽ പ്രതിയാക്കിയതിനെതിരെയും അതുപോലെ തന്നെ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ജാമ്യം അനുവദിക്കണമെന്നും കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതുമാണ് പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ലോഡിംഗ് തൊഴിലാളികളായ അത്തുളി സ്വദേശികളായ അഷ്റഫ്, ബഷീർ, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും. കിണാശ്ശേരി സ്വദേശി ജബ്ബാറിന്റെ ഖബറടക്കം ഇന്നലെ രാത്രി നടന്നു. അപകടത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ മേയർ രാവിലെ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, മേയർ ഉൾപ്പെടെ ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും. നേരത്തെ പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് തൊഴിലാളികളുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിക്കുകയായിരുന്നു. വൈകിട്ടോടെയാണ് ചികിത്സയിലുണ്ടായിരുന്ന വിനോദ് മരിച്ചത്. 7 പതിറ്റാണ്ടോളം കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, ഇന്നലെ നടന്ന അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ലോഡിംഗ് തൊഴിലാളികളായ അത്തോളി സ്വദേശികളായ അഷ്റഫ്, ബഷീർ, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. കിണാശ്ശേരി സ്വദേശിയായ ജബ്ബാറിന്റെ ഖബറടക്കം ഇന്നലെ രാത്രി നടന്നിരുന്നു. അപകടത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ മേയർ രാവിലെ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, മേയർ ഉൾപ്പെടെ ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും. നേരത്തെ പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന 70 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന തൊഴിലാളികളുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. ഇരു തൊഴിലാളികൾ ലോഡ് ഇറക്കിയ ശേഷം വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവരുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. ഇതിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ബാക്കി ഉള്ളവർ ഈ ഒരു സ്ലാബിനടിയിൽ പെടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരെ സ്ലാബുകൾ വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് പുറത്തെത്തിക്കാൻ സാധിച്ചത്. വൈകിട്ടോടുകൂടി സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് 3 പേർ മരിക്കുകയും വൈകിട്ടോടുകൂടി ചികിത്സയിലുണ്ടായിരുന്ന വിനോദ് എന്നയാൾ മരിക്കുകയുമായിരുന്നു. 7 പതിറ്റാണ്ടോളം കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയാണ് ഈ ഒരു ദുരിതത്തിന് കാരണമെന്നതാണ് നാട്ടുകാർ പറയുന്നത്. 70 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. ഈ ഒരു ലോഡ് ഇറക്കിയ ശേഷം വിശ്രമിക്കുകയായിരുന്ന ലോഡിംഗ് തൊഴിലാളികളുടെ തലയിലേക്കാണ് ഈ ഒരു സ്ലാബ് തകർന്നു വീണത് എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു അപകടത്തിലാണ് മരിച്ചവരുടെയാണ് സംസ്കാരം ഇന്ന് നടക്കുന്നത്. ഇതിൽ ഒരാളുടെ സംസ്കാരം ഖബറടക്കം ഇന്നലെ രാത്രി നടന്നിരുന്നു. കിണാശ്ശേരി സ്വദേശിയായ ജബ്ബാറിന്റെ ഖബറടക്കമാണ് ഇന്നലെ രാത്രി നടന്നത്. അത്തോളി സ്വദേശിയായ അഷ്റഫ്, ബഷീർ, തിരുവങ്ങൂർ സ്വദേശി വിനോദ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും.
റിയാസ് KMR ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, ഇന്നാണ് മറ്റ് 3 പേരുടെ സംസ്കാരം നടക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ഇന്ന് മേയർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറെ ദാരുണമായ സംഭവത്തിൽ മരണപ്പെട്ട 3 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ തന്നെ അത്തോളി സ്വദേശികളായിട്ടുള്ള അഷ്റഫ്, ബഷീർ എന്നിവരുടെ ഖബറടക്കം രാവിലെ തന്നെ നടക്കും. ഒപ്പം തന്നെ തിരുവങ്ങൂർ സ്വദേശിയായ വിനോദിന്റെ സംസ്കാരവും രാവിലെ നടക്കും. ഇന്നലെ മരിച്ചിട്ടുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ജബ്ബാറാണ്. ജബ്ബാറിന്റെ ഖബറടക്കം ഇന്നലെ രാത്രി തന്നെ നടക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങളാണ് ഈ സംഭവത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നത്. തുടക്കത്തിൽ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടേക്ക് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ ഈ എഞ്ചിനീയറിംഗ് വിഭാഗം അധികൃതരെ ഉപരോധിക്കുന്ന സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു. കാരണം 60 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇത്. അതിന്റെ സ്ലാബ് തകർന്നാണ്. അതിന്റെ താഴെ ഷട്ടറിനരികിൽ ലോഡിംഗ് ഒക്കെ ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കുകയായിരുന്ന 7ഓളം തൊഴിലാളികൾ അതിനിടയിൽ വിശ്രമിക്കുകയായിരുന്നു. അതിൽ 5 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിൽ 4 പേർ മരണപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. 4 ജീവനുകളാണ് പൊലിഞ്ഞത്, തൊഴിലാളികളുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉയരുന്നത്. ഇന്നും BJPയുടെ പ്രതിഷേധമുണ്ട്. മാത്രമല്ല, ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് വലിയ നഷ്ടപരിഹാരം നൽകണം, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 14ഓളം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ളതായിട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ അധികൃതരുടെ പരിശോധന നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടും അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയും കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 3 ദിവസത്തിനകം ഇത് സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് മേയർ സദാശിവന്റെ വാർത്താ സമ്മേളനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരായാലും കണ്ടിരിക്കുന്നത്. 4 ജീവനുകൾ പൊലിഞ്ഞ ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്കകത്തുള്ള പഴകിയ കെട്ടിടങ്ങളിലെ ഒരു പരിശോധന വൈകാതെ തന്നെ ഉണ്ടാകും. അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഇടപെടലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. യാസ്, അതുപോലെ തന്നെ ഈ ഒരു അപകടം നടന്ന സമയത്തടക്കം നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ഒരു 70 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ സ്ലാബ് തകർന്നാണ് ഈ തൊഴിലാളികളുടെ തലയിലേക്ക് പതിക്കുകയുണ്ടായിരുന്നത്. ഈ ഒരു സംഭവത്തിൽ മേയർക്കടക്കമുള്ളവർ, ഈ അധികൃതർക്കടക്കം എതിരെ നാട്ടുകാരുടെ അടക്കം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ഒരു വ്യക്തത അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലെല്ലാം ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മേയറുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉയർന്നു വന്നത്. സാധാരണക്കാരായ നാട്ടുകാർ മുതൽ കക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വരെ ശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ ഉയർത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI-യും ഈ ഒരു വിഷയത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, വാർത്താക്കുറിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്നലെ ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ നിലപാട് എന്താണ്, കോർപ്പറേഷൻ എന്ത് നടപടികളൊക്കെ സ്വീകരിച്ചു, എത്ര കെട്ടിടങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തി പൊളിച്ചു നീക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോഴിക്കോട് മേയർ വിവരിക്കുമെന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വലിയ ചോദ്യങ്ങളായിരിക്കും മേയർക്കെതിരെ ഉയരാനുമുള്ള സാധ്യതയുള്ളത്. ശരി, എന്തായാലും കോഴിക്കോട് കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് വീണ് മരിച്ച തൊഴിലാളികളുടെ സംസ്കാരം ഇന്ന് നടക്കും. 3 തൊഴിലാളികളുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. ഒരാളുടെ ഖബറടക്കം ഇന്നലെ നടന്നിരുന്നു. ഇന്ന് മേയറുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.